ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു കാർ ആൻഡ് ബൈക്ക് കൊച്ചി ഷോറൂമിൽ. ഗൈസ്, നിങ്ങൾ എന്നെല്ലാം നോക്കിയെന്ന് എനിക്കറിയാം. ബാക്ക് കിടക്കുന്ന ഈ പുലിക്കുട്ടിന് ഇവൻ മാത്രല്ല ഗൈസ്, ഇവന്റെ കുറെ ഏട്ടൻ അനിമാർ ഇതാ പുറകുവശത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ ഓരോന്നായിട്ട് നോക്കുക ഗൈസ്. ഇതാണ് ഇവിടുത്തെ കളക്ഷൻസ്, പുതിയ സ്റ്റോക്കാണ് കേട്ടോ. നമ്മൾ മുന്നേ വന്ന സ്റ്റോക്ക് എല്ലാതും തന്നെ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുതിയ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി വാഹനങ്ങൾ, ചെറിയ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ വഴിയെ ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടുത്താം. SUV വണ്ടികളുണ്ട്, പിന്നെ സെഡാൻ വണ്ടികളുണ്ട്, പിന്നെ സാധാരണക്കാർക്ക് പറ്റിയ ചെറിയ ഓൾട്ടോ പോലത്തെ ചെറിയ വണ്ടികൾ അവൈലബിൾ ആണ്. പിന്നെ സ്വിഫ്റ്റിന്റെ ഭ്രാന്തന്മാർക്ക് സ്വിഫ്റ്റ് ഉണ്ട്, റെഡിഗോ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളുടെ വാഹനങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ് ഗൈസ്, ഒന്ന് ലൈക്ക് ഒക്കെ അടിക്കട്ടെ. അപ്പൊ വീഡിയോയിൽ ഒരു അവസാനം വരെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. കൊച്ചി കാർ ആൻഡ് ബൈക്കിന്റെ സെയിൽസ് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ ദിൽജിത്ത് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ദിൽജിത്ത് മലയാള മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷോറൂമിന്റെ പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു. ലൊക്കേഷൻ വരുന്നത് ആലുവ ദേശത്താണ് വരുന്നത്. നമ്മുടെ തണി കൊച്ചിൻ എയർപോർട്ടിന് അടുത്താണ് വരുന്നത് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ ഷോറൂമിൽ ഏകദേശം എത്ര വണ്ടികൾ ഇപ്പൊ കറന്റ് അവൈലബിൾ ആണ്? മൊത്തം നമുക്കൊരു 70 വെഹിക്കിൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും? തീർച്ചയായും. എല്ലാ ബ്രാൻഡിന്റെ വെഹിക്കിൾ അവൈലബിൾ ആണ്. മൾട്ടി ബ്രാൻഡ് ആണ്, നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. സർവീസ് 25 വണ്ടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം, കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ ഫെസിലിറ്റീസ്? നമ്മുടെ കസ്റ്റമേഴ്സ് വാറണ്ടി നിലവിൽ വരുന്നത് 2 years വാറണ്ടി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കറന്റ്. അത് നമുക്ക് 2017 ശേഷമുള്ള വാഹനങ്ങൾക്കാണ് 2 കൊല്ലം വാറണ്ടി പറയുന്നത്. അതിന് താഴേക്ക്, അതായത് 15, 14 വണ്ടികൾക്കൊക്കെ ഒരു കൊല്ലം വാറണ്ടി പറയുന്നുണ്ട്. കൊടുക്കുന്ന എല്ലാ വെഹിക്കിൾസിനും റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. 1 year റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീ ആണ്. 1 year അല്ലേ? അതെ. ഇപ്പൊ വാഹനങ്ങള് എന്താ വഴിയിൽ നിൽക്കുക, അതുപോലെ ഫ്യൂവൽ കഴിഞ്ഞ് നിൽക്കുക, അതിനൊക്കെ നമ്മുടെ കസ്റ്റമർ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അപ്പൊ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, വണ്ടികൾക്ക് ഏകദേശം സിംഗിൾ ഓണർ വണ്ടികളായിരിക്കും മിക്കവാറും. മോസ്റ്റ് ഓഫ് സിംഗിൾ ഓണറും സെക്കൻഡ് ഓണറും ആണ്. അതിൽ താഴേക്ക് പർച്ചേസ് ചെയ്യാറില്ല. പിന്നെ ഏകദേശം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1 lakh ബിലോ ഉള്ള വെഹിക്കിൾസ് ആണ്. നമുക്ക് ലോ കിലോമീറ്റർ വെഹിക്കിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു കുഞ്ഞൻ വണ്ടി വന്ന് തുടങ്ങാല്ലേ, ഒരു ചെറിയ ഫാമിലി കാർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? നമുക്ക് 2015 വരുന്ന വാഹനമാണ്. 2015 വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണറിൽ. അപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഇത് 71,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നിലവിൽ. 71,000. ഇതിപ്പോ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റും ഒന്നുമില്ല, നമുക്ക് ഗ്യാരണ്ടി പറയാം. ഇപ്പൊ ടയർ ഏകദേശം ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയ സ്ക്രാച്ചോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു ചെറിയ ഫാമിലിക്ക് ചെറിയ പർപ്പസിനൊക്കെ പറ്റിയ വാഹനം, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണല്ലേ. ഓക്കെ, ഇന്ത്യയിൽ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. AC ഒക്കെ പക്ക കൂളിംഗ് അല്ലേ? ഓക്കെ. നമ്മൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? 1,45,000 വരുന്ന വെഹിക്കിളാണ്. ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് കേട്ടോ. ഓക്കെ, ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ചെറിയ പർപ്പസിനും കാര്യങ്ങളൊക്കെ പറ്റിയാണ്. മാക്സിമം റെഡി ക്യാഷ് നമുക്ക് കൊടുക്കാലോ. ലോണ് ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. റെഡി ക്യാഷിനാണെങ്കിൽ നമുക്ക് വണ്ടി സ്വന്തം. 3 റെഡിയോ കിടക്കുന്നുണ്ട്, 2 വൈറ്റും 1 ഗ്രേയും അല്ലേ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയാ? ഇത് നമുക്ക് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതോ? അതെ, 2018 വരുന്ന വാഹനമാണ്. 2018 ഓണർഷിപ്പ് ഒക്കെ ഒരു സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 7,000 കിലോമീറ്റർ മാത്രം ഓടി. എത്ര ആസ്കിംഗ് പ്രൈസ് അപ്പൊ ഇതിന്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,60,000 ആണ്. നെഗോഷ്യബിൾ ആണ്. 2 വർഷം വാറണ്ടി കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു വൈറ്റ് പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വേറൊരു വാഹനമാണ്. മാനുവൽ ആണ് വരുന്നത്. മാനുവൽ അല്ലേ? കിലോമീറ്ററും കാര്യങ്ങളും 50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നിലവിൽ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എത്ര ചോദിക്കണേ ഇതിന്? നമുക്ക് 2,26,000 ആണ് ചോദിക്കുന്നത്. 2,26,000. അപ്പൊ വീണ്ടും ഒരു വൈറ്റ് പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് നമുക്ക് 2018 വാഹനം തന്നെയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം വരുന്നത് 2,15 ആണ് ചോദിക്കുന്ന പ്രൈസ്. കിലോമീറ്റർ ഒക്കെ ലോ കിലോമീറ്റർ ആണ്. നമുക്ക് 40,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, നമുക്ക് ഗ്യാരണ്ടി. നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ്, കാരണം സിംഗിൾ ഓണർ യൂസ് ചെയ്ത വാഹനമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ്. ഇത് പെട്രോളോ ഡീസലോ? ഇത് പെട്രോൾ ആണ്. 2018 വരുന്ന വാഹനമാണ്. 2018 ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി? 28,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഓടിയില്ലേ? അപ്പൊ ആ ഒരു ടയർ ഉണ്ട് അല്ലേ? ഏകദേശം 80-80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, നമുക്ക് ഗ്യാരണ്ടി പറയാം അല്ലേ? ഓക്കെ, 2 വർഷം വാറണ്ടി കിട്ടൂല ഇനി? വാറണ്ടി അടക്കം വരുന്ന വാഹനമാണ്. ഓക്കെ, എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടി? 6 ലക്ഷം രൂപയാണ് നമ്മൾ നിലവിൽ ചോദിക്കുന്ന പ്രൈസ്. 6 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം. ഓക്കെ, മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ പറഞ്ഞ റേറ്റ് നെഗോഷ്യബിൾ റേറ്റ് ആണ്, ഒന്നും ഫിക്സ്ഡ് റേറ്റ് അല്ല. നമ്മൾ കസ്റ്റമേഴ്സ് വന്നിരുന്ന് സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ നമ്മൾ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും കേട്ടോ.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു ചെറിയ ഫാമിലിക്കാരെ പരിചയപ്പെടാം. സെലേറിയോ അല്ലേ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് പെട്രോൾ ആണ് വരുന്നത്, 2017 മോഡലാണ് വാഹനം വരുന്നത്. 17 മോഡൽ. അപ്പൊ ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർ ആയിരിക്കും. അപ്പൊ കിലോമീറ്റർ 48,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. 48,000. ഇത് ഏതാണ്, VXI ആണോ? VXI മോഡലാണ്. സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണലി. നമ്മൾ എക്സ്ട്രാ ഒരുപാട് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്ത ക്രോം എലമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടി? 4 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 4 ലക്ഷം രൂപ വണ്ടി. തല മുതൽ ആ തല വരെ ഫുള്ള് ടാറ്റന്റെ വണ്ടികളാണല്ലേ? അതെ. ഓക്കെ, അപ്പൊ ടാറ്റന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു വെഹിക്കിൾ ആണ് ടാറ്റന്റെ ആൾട്രോസ്. നല്ല എൻക്വയറി, അതുപോലെ തന്നെ അധികം ഷോറൂമിൽ കണ്ടുവരാത്തൊരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് 2020 മോഡലാണ് വരുന്നത്. 20 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിൾ ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേരിയന്റ് ഏതായിരുന്നു? XZ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നമുക്ക് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ്സ് ഫുൾ ഓപ്ഷൻ തോന്നുന്നു. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള ഒരു വേരിയന്റ് ആണ്. തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി ഇൻബിൽഡ് തന്നെ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അതെ. എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 7,10,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. 7,10,000 രൂപ കൊടുക്കാം. അതിൽ മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. 2 വർഷം വാറണ്ടി കിട്ടൂലേ? 2 വർഷം വാറണ്ടി അടക്കം വരുന്ന വാഹനമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ടാറ്റന്റെ ടിയാഗോ പരിചയപ്പെടാം. ഇതൊരു ചെറിയ ഫാമിലിക്ക് അതേപോലെ ലേഡീസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വാഹനമാണ്. അതും ഒരു അട്രാക്റ്റീവ് കളറോട് കൂടി വരുന്ന വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ടാറ്റ ടിയാഗോ നമുക്ക് പെട്രോൾ വാഹനമാണ്. നമുക്ക് XM വേരിയന്റ് ആണ് വരുന്നത്. 2019 വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, 49,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വാഹനമാണ്. ടയർ ആവറേജ് ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 4,45,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. 4,45,000 ഉണ്ട്. അതിൽ ലോൺ ആയിട്ടൂടെ? ലോൺ അടക്കം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ടാറ്റയുടെ പഞ്ച് പരിചയപ്പെടാം. ഇപ്പോ ഒരുപാട് വിറ്റഴിക്കപ്പെടുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ പഞ്ച്. പിന്നെ ടാറ്റന്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമായിരിക്കും. ആവറേജ് മൈലേജ് ലഭിക്കും കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 2020 വാഹനമാണ് വരുന്നത്. 2020 വരുന്ന വാഹനമാണ്. ഫുൾ ഓപ്ഷൻ വാഹനമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 24,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ ഓടിയ ടയറാണ് കേട്ടോ. ഒരു ആവറേജ് ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഒരു അട്രാക്റ്റീവ് കളറോട് കൂടി വരുന്ന വാഹനമാണ്. ഫുൾ ഓപ്ഷൻ ആണോ? അത് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഫുൾ ഓപ്ഷനില് ഓണർഷിപ്പ് സിംഗിൾ ആണ്. അപ്പൊ എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 8,15,000 ആണ് ചോദിക്കുന്ന പ്രൈസ് വരുന്നത്. 8,15,000 രൂപ. അതിൽ മാക്സിമം ലോൺ ചെയ്തൂടെ? മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ടാറ്റയുടെ നെക്സോൺ പരിചയപ്പെടാം. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് നമുക്ക് ടാറ്റ നെക്സൺ ഡീസൽ വരുന്ന വാഹനമാണ്. ഡീസൽ ആണല്ലേ? അപ്പൊ ആവറേജ് മൈലേജും കിട്ടും. നല്ല മൈലേജ് ഉള്ള വാഹനമാണ്. 2018 മോഡലാണ് വരുന്നത്. 18 മോഡൽ. വേരിയന്റ് ഒക്കെ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. XM വേരിയന്റ് ആണ് വരുന്നത്. എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇത് 7,10,000 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. അതിൽ എത്ര ലോൺ ചെയ്യാം നമുക്ക്? മാക്സിമം ലോൺ ചെയ്യാം. നമുക്ക് ഒരു 50,000 60 ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വെഹിക്കിൾ കൊണ്ടുപോകാം. ചെറിയൊരു 50,000 60,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു നെക്സോൺ സ്വന്തമാക്കാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഹോണ്ടയുടെ ഒരു കളക്ഷനിലേക്ക് അടക്കാം. SUV സെഗ്മെന്റിൽ പെടുന്ന WRV ഉണ്ട്. പിന്നെ ഒരു നോർമൽ സെഗ്മെന്റിൽ പെടുന്ന ജാസ് പരിചയപ്പെടാം. ജാസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ജാസ് നമുക്ക് 2019 വാഹനമാണ്. 19V എന്ന് പറഞ്ഞ എഡിഷൻ ആണ്. അലോയിലൊക്കെ വരുന്ന വാഹനമാണ്. പെട്രോൾ ഡീസലാ? പെട്രോൾ ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനം. 16-17 റേഞ്ച് മൈലേജും കിട്ടുന്നത്. V പറഞ്ഞ ഒരു വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അലോയില് റിയർ വൈപ്പർ തൊട്ട് ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. ഓൺ സിംഗിൾ ഓണർ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. ഇത് നമുക്ക് 36,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ അല്ലേ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലേ? ഓക്കെ, ഫാൻസി നമ്പർ ആണ് 3646. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? അപ്പൊ 7,10,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. 7,10,000 രൂപ കൊടുക്കാം. അതിൽ മാക്സിമം ലോൺ ചെയ്തൂടെ? മാക്സിമം ലോൺ ചെയ്യാം. ഇതിന് 2 ഇയർ വാറണ്ടി അവൈലബിൾ ആണ്. വാറണ്ടി അടക്കം നമുക്ക് 2 വർഷം വാറണ്ടി കിട്ടും. അപ്പൊ വാറണ്ടിയുടെ കാര്യത്തിൽ ബോധറാണ്ട ആവശ്യമില്ല. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് WRV പരിചയപ്പെടാൻ. നല്ല അടിപൊളി കളർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 2019 വാഹനമാണ്. 2019. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. V വേരിയന്റ് തന്നെയാണ് വരുന്നത്. പെട്രോൾ ഡീസലാ? ഇത് നമുക്ക് പെട്രോൾ വാഹനം തന്നെയാണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് നമുക്ക് നിലവിൽ ഓടിയിട്ടുള്ളത് 36,000 കിലോമീറ്റർ മാത്രമാണ്. കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. അപ്പൊ വാറണ്ടി കിട്ടൂല നമുക്ക്? 2 വർഷം വാറണ്ടി കിട്ടും കേട്ടോ. അപ്പൊ നല്ല അടിപൊളി കളറും ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഡയമണ്ട് കട്ട് അലോയ് വീല് തൊട്ട് എല്ലാ ഫീച്ചറും വരുന്ന വാഹനമാണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര നമ്മൾ ആസ്കിംഗ് വണ്ടിക്ക്? 7 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 7 ലക്ഷം നമ്പർ അടക്കം വരുന്ന വാഹനമാണ്. ഓക്കെ, മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും? മാക്സിമം ലോണും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ജാസിന്റെ അതേ കളറോട് കൂടി വരുന്ന ഒരു WRV പരിചയപ്പെടാം. ഇത് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. നമുക്ക് ഫുൾ ഓപ്ഷൻ VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സൺറൂഫ് അടക്കം വരുന്ന വാഹനം. സൺറൂഫ് അടക്കം വരും. അപ്പോ ഇത് ഡീസലാ പെട്രോളാ? ഇതും പെട്രോൾ വാഹനം തന്നെയാണ്. പെട്രോൾ ആണ് അല്ലേ?
ഓക്കെ, ഒരു മൈലേജ് ഇപ്പൊ ഒരു 15 റേഞ്ച് പ്രതീക്ഷിച്ചൂടെ നമുക്ക്? നമുക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള വാഹനം കൂടിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു SUV സെഗ്മെന്റ് പറ്റാ മൈലേജ് ഉള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഡ്രൈവിംഗ് കംഫർട്ട് ഒക്കെ അപാര ഡ്രൈവിംഗ് കംഫർട്ട് ആണ് കേട്ടോ. പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചറും കാര്യം ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരില്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, എല്ലാം വരും. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ് ഓണർഷിപ്പ് ഒക്കെ? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് നമുക്ക്. ഓക്കെ, കിലോമീറ്റർ 68,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നിലവിൽ. ഓക്കെ, 68,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വാഹനമാണ്. ഈ വാഹനത്തിന് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? 7,80,000 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ഇപ്പൊ പറയുന്ന റേറ്റ് ഒന്നും ഫിക്സഡ് റേറ്റ് അല്ല. കസ്റ്റമർ നേരിട്ടൊന്ന് ഇന്ന് സംസാരിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയ റേറ്റും കൂടിയാണ് കേട്ടോ. 2 വർഷം വാറണ്ടി ലഭിക്കും. വാറണ്ടി അടക്കം ലഭിക്കൂലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് മാരുതിയുടെ ഒരു പുലിക്കുട്ടിനെ പരിചയപ്പെടാൻ. അത്യാവശ്യം നല്ല എൻകോറുള്ള വാഹനമാണ്, നല്ലോണം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാഹനം കൂടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്, മാരുതിയുടെ ബലെനോ സീറ്റ അല്ലേ? അതെ അതെ, ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അലൈവില് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ് നമുക്ക്. ഓക്കെ, അപ്പൊ എല്ലാ ഫീച്ചറും CVT ആണോ? അത് ഇത് നമുക്ക് AMT ആണ് വരുന്നത്. AMT ആണല്ലേ? ഓക്കെ, എല്ലാ ഫീച്ചറും ലേഡീസിനൊക്കെ സുഖമായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയ വാഹനമാണ്. അതെ അതെ, മെയിൻ്റെനൻസ് കുറവാണ്, സർവീസ് കോസ്റ്റ് ഒക്കെ കുറഞ്ഞ വാഹനമാണ്. മൈലേജ് ആവറേജ് മൈലേജും പ്രതീക്ഷിക്കാം. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. 46,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം. സെക്കൻഡ് ഓണർ സിംഗിൾ ഓണർ? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർ ആണ്. ഫാൻസി നമ്പർ ആണ്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? 7,40,000 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 7,40 ആണ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക്. പിന്നെ മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കും. ലോൺ ചെയ്യാൻ സാധ്യത? നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. ഈ വാഹനത്തിനും മാക്സിമം ലോൺ ചെയ്യാം. വാറണ്ടിക്ക് എത്ര കിട്ടും? വാറണ്ടി 2017 മോഡൽ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം വാറണ്ടി 2 കൊല്ലം വാറണ്ടി പറയുന്നത്. 2 കൊല്ലം വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. നെക്സ്റ്റ് ആയിട്ട് മാരുതിയുടെ ഒരു കുഞ്ഞൻ വണ്ടി പരിചയപ്പെടാം. ചെറിയ ഫാമിലിക്ക് അതേപോലെ ലേഡീസിനൊക്കെ പറ്റിയ മെയിൻ്റെനൻസ് പറഞ്ഞ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ഓൾട്ടോ വരുന്നത്. ആൾട്ടോന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് VXI വേരിയന്റ് ആയിരുന്നു വരുന്നത്. മാരുതി ആൾട്ടോ 2019 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. കിലോമീറ്റർ 74,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 74,000 ഓടിയിട്ടുള്ളൂ. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മേജർ റീപ്ലേസ്മെന്റ് ഒന്നും. ഇതിലിപ്പോ നമുക്ക് 2 വർഷം വാറണ്ടി കിട്ടും. വാറണ്ടി നമുക്ക് അവൈലബിൾ ആണ്. 18 മോഡലാണ് അവൈലബിൾ ആണ്. വാറണ്ടി ലഭിക്കും. പിന്നെ 1 ഇയർ റോഡ് അസിസ്റ്റന്റ് ലഭിക്കുന്ന വാഹനമാണ്. VXI അതുകൊണ്ട് തന്നെ ബേസിക് ഫീച്ചേഴ്സും വരും. ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാഹനമാണ്. നമുക്ക് ചെറിയ റേറ്റിലും കൊടുക്കാൻ സാധിക്കും. എത്രയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? 340 ആണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ് റേറ്റ് കേട്ടോ. നെഗോഷ്യബിൾ ആണ്. അതിൽ 2 വർഷം വാറണ്ടി അടക്കം വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 36,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു ഗ്രേ കളർ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 2018 വാഹനം തന്നെയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനമാണ് നമുക്ക് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് നമുക്ക് ഏകദേശം 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വാഹനം. ടയർ ഏകദേശം ഒരു 80-90% ടയർ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അടിപൊളി തീമിലൊക്കെ ചെയ്ത സീറ്റ് കവർ ആണ്. VXI ആണോ? ഇത് VXI വേരിയന്റ് ആണ്. VXI ആണല്ലേ? അപ്പോൾ കമ്പനി ഇൻബിൽഡ് കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ്. ചെറിയ ഫാമിലിയൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വാഹനം. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 3,30,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ അടക്കം ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാം. ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാനും സാധിക്കും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു കേട്ടം പരിചയപ്പെടാം. ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഇത് മാനുവൽ ആണ്. 2018 ലാസ്റ്റ് വരുന്ന വാഹനമാണ്. 2018 ആദ്യമായിട്ട് ഇറങ്ങിയ വാഹനമാണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? ഈ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. കിലോമീറ്റർ 76,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 76,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? 3,70,000 ആണ് പറയുന്ന പ്രൈസ്. 3,70,000 അല്ലേ? നല്ല കണ്ടീഷൻ വാഹനമാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് കേട്ടോ. അതെ. ഓക്കെ, റെനോൾട്ടിന്റെ ഒരു സെക്ഷൻ പരിചയപ്പെടാം. അത് 3 വേരിയന്റിൽ വരുന്ന വാഹനങ്ങൾ അല്ലേ? നല്ലൊരു വാഹനം പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് റെനോന്റെ കൈഗർ ആണ് വരുന്നത്. ഇത് 1 ലിറ്റർ ടർബോ വണ്ടിയാണ്. ടർബോ ആണ്, അപ്പൊ ഒന്നുകൂടി പവർ കൂടില്ലേ? അതെ അതെ. ഓക്കെ, വേരിയന്റ് ഒക്കെ ഇത് നമുക്ക് RXL എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അപ്പൊ ടയറൊക്കെ ആവറേജ് ടയർ ഉണ്ട്. നല്ല രീതിയിൽ ടയർ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. ടർബോ ആയതുകൊണ്ട് കുറച്ച് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? അപ്പൊ 7,30,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലേ? മാക്സിമം ലോൺ ചെയ്യാൻ സാധിക്കും. ലോൺ ചെയ്യാം. നമ്മളെ സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ ചെയ്യാം. എത്ര വർഷം വാറണ്ടി ഉണ്ട് വണ്ടിക്ക്? നമുക്ക് വെഹിക്കിൾ കറന്റ്ലി നമുക്ക് 1 കൊല്ലം വാറണ്ടി റിമൈനിങ് ആണ്. കമ്പനി വാറണ്ടി ഓൾറെഡി ഉള്ള വെഹിക്കിൾ ആണല്ലേ? അണ്ടർ വാറണ്ടി ഉള്ള വണ്ടി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് നമുക്ക് 2021 മോഡലാണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് വാഹനമാണ് പറയുന്നത്. ഓട്ടോമാറ്റിക് ആണല്ലേ? കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ? ഇത് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 11,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ വാഹനം. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്?
നമുക്ക് 7,10,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. 7,10,000 നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം, Negotiable മാക്സിമം ലോണും ചെയ്യാം. അതെ അതെ അപ്പൊ നല്ല വൈറ്റ് കളർ, നല്ല കിടിലൻ അലോയ് വീൽ പോലെ തോന്നുന്ന വീൽ കപ്പ് ഉള്ള വണ്ടിയില്ലേ? അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നേ? ഇത് നമുക്ക് RXT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 2022 ലാസ്റ്റ് വണ്ടിയാണ്. 22 ലാസ്റ്റ് വണ്ടിയില്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 26,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. 26,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വാഹനമാണ്. നല്ല അടിപൊളി കളർ, റോഡ് പ്രസൻസ് ഉള്ള കളറാണ്. ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? നമുക്ക് 7,25,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. 7,27,000 മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ കയറ്റാം? നമുക്ക് മാക്സിമം ഒരു 60,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഇതേപോലെ വേറെ സെഗ്മെന്റ് പരിചയപ്പെടാം. ഇപ്പോഴത്തെ ഒരു വാഹനമാണ് റെനോൾട്ട് ഡസ്റ്റർ. ഡസ്റ്റർ ആണ്. ഡസ്റ്റർ 100 PS ആണ്. ഒന്ന് 2020 ഒന്ന് 2017 മോഡലും ആണ്. കണ്ട സെയിം ഫേസ് ലിഫ്റ്റ് ഒന്നും വരാത്ത ചെറിയ നൈസായിട്ട് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. 17 അത് 20 അങ്ങനെ വന്നാൽ മതി. ഇത് 100 PS, അത് 85 PS ആണ്. 17 വരുന്ന വാഹനമാണ്. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനമാണ്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വാഹനം. ആവറേജ് ടയറും വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാതെ ഗ്യാരണ്ടി പറയല്ലേ? നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. 2 കൊല്ലം വാറണ്ടി പറയുന്നുണ്ട്. 5,000 കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 കൊല്ലം വാറണ്ടി കിട്ടുന്ന വാഹനമാണ്. 1 ഇയർ റോഡ് അസിസ്റ്റ് ലഭിക്കൂലേ? അതെ. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? 7,15,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. 7,15,000 മാക്സിമം ലോൺ ചെയ്യാൻ സാധിക്കും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. മാക്സിമം ലോണും ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് സെയിം വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്ന വാഹനമാണ്. 2020 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 11,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 11,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. നല്ല അടിപൊളി പെട്രോൾ വാഹനമാണ്. 85 PS വരുന്ന വാഹനമാണ്. ഓക്കെ. നല്ല അടിപൊളി ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഒക്കെ വരുന്ന വാഹനമാണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ലെന്ന് പറയല്ലേ? ഒന്നുമില്ല. നീറ്റ് വെഹിക്കിൾ ആണ്. സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല വാഹനത്തിൽ. കിലോമീറ്റർ 11,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല അടിപൊളി കളറും. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? 8,40,000 രൂപയാണ്. RXS എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 8,40,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലൊരു പുതിയ വണ്ടി, സോണറ്റ്. അതും 3,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഇതിന് ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് വരുന്ന 2023 വാഹനമാണ്. 23 7ാം മാസം, അതായത് 8 മാസം പഴക്കമുള്ള വാഹനം. ഓക്കെ. നമ്മുടെ GTX Plus എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വാഹനമാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. 1 ലിറ്റർ ടർബോ എഞ്ചിൻ ആണ് വരുന്നത്. ഇതിന് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് നമുക്ക് മെയിൻലി ഗിയർ ബോക്സ് വരുന്നത് IMT ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അതായത് ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് കിയ വിളിക്കും. അതായത് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും, വിത്തൗട്ട് ക്ലച്ച് ആയിരിക്കും. അപ്പൊ സ്ത്രീകൾക്കൊക്കെ സുഖമായിട്ട് എടുത്തോണ്ട് അതെ. ടയർ എന്ന് പറഞ്ഞാൽ വെറും 3,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. പിന്നെ അലോയ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഡയമണ്ട് കട്ട് അലോയ്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി ടെയിൽ ലാമ്പും, പിന്നെ മറ്റേ റിവേഴ്സ് ക്യാമറ, റിയർ വൈപ്പർ, ഡീഫോഗർ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ക്യാമറ വരുന്നുണ്ടല്ലോ. ഡാഷ് ക്യാമറയും നമ്മൾ അണ്ടർബോഡി കോട്ടിങ്ങും ആക്സസറി ആയിട്ട് കമ്പനി നല്ല ചെയ്തേക്കുന്നതാണ്. ഡാഷ് ക്യാമറ ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ആണ്. അകത്തുള്ള വോയിസും റെക്കോർഡ് ചെയ്യും. റെക്കോർഡിംഗ് ഡാഷ് ക്യാം ആണല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പക്കാ ലക്ഷറി ആണ് ഇന്റീരിയർ വരുന്നത്. സീറ്റ് വെന്റിലേഷൻ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നില്ലേ? എല്ലാം വരും. ഡുവൽ സോൺ AC, സീറ്റ് വെന്റിലേഷൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെ പോകുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എയർ ബാഗ്, പിന്നെ സൺറൂഫ്, എല്ലാ ഫീച്ചറും വരുന്ന വാഹനമാണ്. അപ്പോ എത്ര നമ്മുടെ ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 12,80,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. അപ്പൊ പുതിയ വണ്ടി എടുക്കുന്നതിന് എത്രയാണ്? എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്? പുതിയ വാഹനം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഓൺ റോഡ് ഇറങ്ങിയപ്പോ ഏകദേശം 15.5 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്ന വാഹനമാണ്. 1 വർഷം പോലും പഴക്കമില്ല. 7.5 മാസം മാത്രമാണ് പഴക്കം വാഹനത്തിന്. പുതുപുത്തൻ വാഹനമാണ്. അപ്പൊ എത്ര ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം? പുതിയത് നമുക്ക് ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റും. 3.25 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പൊ തീർച്ചയായിട്ടും സോണറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ വാഹനം. അതെ. പെട്രോൾ അല്ല വണ്ടി? പെട്രോൾ വാഹനമാണ്. ടർബോ എഞ്ചിൻ ആണ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്തോളൂ. ടാറ്റയുടെ EV, നെക്സോൺ EVകളിൽ എപ്പോഴും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണ് നെക്സോൺ EV അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നേ? ഇത് നമുക്ക് 2020 മോഡൽ വാഹനമാണ് വരുന്നത്. 2020 മോഡലാണ്. അപ്പൊ ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. XZ Plus എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 65,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള വാഹനം. ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ ഒരു ഫുൾ ചാർജിൽ ഏകദേശം എത്ര കിലോമീറ്റർ വണ്ടി ഓടും? നമുക്കൊരു 350 കിലോമീറ്റർ അടുത്ത് വാഹനം ഓടിക്കും ഫുൾ ചാർജിൽ. അപ്പൊ തീർച്ചയായിട്ടും പുതിയത് എടുക്കുന്ന ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ വാഹനമാണ്. അത്രയും റേറ്റ് നമുക്ക് ഈ ആപ്പിൽ കിട്ടും കേട്ടോ. അവിടെ ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനമാണ്. നല്ല സേഫ്റ്റിയിൽ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ ടയർ ഒരു 80% ടയറിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീലുണ്ട്. കീലെസ് എൻട്രി ഉണ്ട്. ഇന്റീരിയർ ഹൈ ക്ലാസ് ഇന്റീരിയർ തന്നെ കേട്ടോ. അപ്പൊ എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 13,20,000 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. അപ്പൊ പുതിയതിന് എടുക്കുമ്പോ എത്ര വരുന്നുണ്ട്? പുതിയ ഫേസ് ലിഫ്റ്റ് വേരിയന്റിന് ഏകദേശം 23 ലക്ഷം രൂപ വില വരുന്നുണ്ട്. അപ്പൊ ഇത് എടുക്കുന്ന കസ്റ്റമറിന് ഏകദേശം എത്ര ലക്ഷം രൂപ
ബെനിഫിറ്റ് ആണ്. ഏകദേശം ഒരു 6 ലക്ഷം രൂപ വ്യത്യാസമുണ്ട്. തീർച്ചയായും ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 30,000-40,000 രൂപ ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് ഇലക്ട്രിക് വണ്ടി എണ്ണ അടിക്കാനുള്ള പൈസ മാറ്റി വെച്ചാല് മാസം ലോൺ അടിക്കാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ല റിവ്യൂ പരിചയപ്പെടാം. ഇത് അങ്ങനെ ഷോറൂമുകളിൽ കണ്ടുവരാത്ത വാഹനമാണ്. ഇതുള്ള ആളുകളെ കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അത്രയും കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ വാഹനമാണ്. പ്രീമിയം ഇലക്ട്രിക്കലില് പ്രീമിയം വാഹനമാണ്. നല്ല ഫാൻസി നമ്പറും ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരും? ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് 2021 മോഡൽ വാഹനമാണ് വരുന്നത്. 21 അല്ലേ? അതെ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല വാഹനം. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 30,000 കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളത്. അടുത്തടുത്തോ 30,000 കിലോമീറ്റർ ഓടിയ വാഹനം ഉണ്ടോ? അതെ. ഇത് പക്കാ ലക്ഷറി വാഹനമാണ്. അത് പ്രീമിയം വാഹനമാണ്. ഇപ്പൊ ഏകദേശം 30 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ്. 30 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനം. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പക്കാ ലക്ഷറി ആയിട്ട് ഡിസൈൻ ചെയ്ത വാഹനമാണ്. പാനോറമിക് സൺറൂഫ് തൊട്ട് എല്ലാ ഫീച്ചറും ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരുന്ന വാഹനമാണ്. ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരുന്ന വാഹനമാണ്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടി? നമ്മൾ 20,50,000 ആണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. 20,50,000 രൂപ വണ്ടി കൊടുക്കാം. അപ്പൊ ഇത് പുതിയ ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? ഒരു 30 ലക്ഷം രൂപ വില വരുന്നുണ്ട്. ഒരു 10 ലക്ഷം രൂപയോളം നമുക്ക് ലാഭിക്കാം. 6 എയർ ബാഗ് അടക്കം വരുന്ന വണ്ടി. എത്ര ഫിനാൻസ് കിട്ടും നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ? നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 95% നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ട്രാക്കും ഐ ടി ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ എല്ലാ മച്ചാന്മാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാട്ടോ. അപ്പൊ അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.